അങ്ങനെ തുടക്കത്തിൻ്റെ സെക്കൻഡ് ഹാഫ് കണ്ടു. ലാലേട്ടൻ ക്യാമിയോ തകർത്തുണ്ട്. ആൻഡി പെരുമ്പാവൂരും ക്യാമിയോ വരുന്നുണ്ട്. ലാലേട്ടൻ ക്യാമിയോ റോൾ ചെയ്യാൻ പ്രത്യേക ഒരു എഫക്റ്റ് തന്നെയാണ്. മാജിക്കൽ ഓറയാണ് ഉള്ളിക്കുള്ളത്. ലാലേട്ടൻ പറഞ്ഞ സിനിമ വേറെ പേസിലേക്ക് പോകുന്നുണ്ട്. വിസ്മയെ വെച്ച് പറയുകയാണെങ്കിൽ അപ്പനെ പോലെ മാർഷൽ ആർട്സാണ് ചെയ്യുന്നത്, ആക്ഷനാണ് ചെയ്യുന്നത്. ഇനി കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുകൾ തോന്നി, സെക്കൻഡ് ഹാഫ് നന്നായി തോന്നി. ക്ലൈമാക്സിൽ അടിപൊളിയാണ്, ക്ലൈമാക്സ് ആക്ഷൻ അടിപൊളിയാണ്. അപ്പൻ്റെ മോളാണെന്ന് തെളിയിച്ചു. സെൻറ്റിമെൻറ്റ്സിൽ കുറച്ച് നന്നാക്കാനുണ്ട്, അതിന് വരുന്ന സമയത്തിൽ മാറിക്കോളും. എനിക്ക് ബോബിയുടെ അഭിനയം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, വളരെ ബിലോ ആവറേജാണ് തോന്നിയത്. പിന്നെ ലാലേട്ടൻ്റെ ഒരു ആക്ഷൻ സീക്വൻസിലുണ്ട്. ഏത് ഫിലിം എടുത്താൽ മനു അങ്കിളാണെങ്കിലും മറ്റേ സമ്മറിയ ബദലേമാണെങ്കിലും കായങ്ങൾ കൊച്ചുണ്ണിയായാലും ഏതായാലും ക്യാമിയോ റോള് ലാലേട്ടൻ ചെയ്യുന്ന പോലെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് കിടിലൻ പെർഫോമൻസ് തന്നെയാണ്. താടി വെച്ച ലാലേട്ടൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെന്താണ് സെക്കൻഡ് ഹാഫ് ആൻഡി പെരുമ്പാവൂരിൻ്റെ മകൻ്റെ കണ്ണുകൊണ്ട് അവിടെ അഭിനയിക്കണം. കാരണം അധികം ഡയലോഗൊന്നും ഇല്ല, പക്ഷെ നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് കല്യായിട്ട് തോന്നി അവിടെ. സെക്കൻഡ് ഹാഫ് നന്നായിട്ട് പോയിട്ടുണ്ട്. പിന്നെ കുറേയെല്ലാം സ്റ്റോറി പ്രെഡിക്റ്റബിളാണ്, കുറച്ച് ക്ലീശ ഡയലോഗ്സ് ഒക്കെയാണ്. സ്ക്രിപ്റ്റ് പോരാ. ക്യാമറ നന്നായിട്ട് പോയിട്ടുണ്ട്. എഡിറ്റിംഗ് സെക്കൻഡ് ഹാഫ് നന്നായിട്ട് പോയിട്ടുണ്ട്. ടെക്നിക്കലി കുഴപ്പമില്ല, നല്ല സൗണ്ട് എഫക്റ്റ് ഉണ്ട്. ആൻഡി പെരുമ്പാവൂരിനെ കാശിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും വിസ്മയ ആൻഡി പെരുമ്പാവൂർ മകൻ നല്ല കോമ്പിനേഷനാണ്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. വിസ്മയുടെ ആൻഡി പെരുമ്പാവൂരിൻ്റെ മോൻ. ജൂഡിൻ്റെ മേക്കിംഗ് കുഴപ്പമില്ല. ലാലേട്ടൻ വരുന്നതോടെ സിനിമ വേറെ ഫേസിലേക്ക് പോവുകയാണ്. അതിപ്പോൾ ലാലേട്ടൻ പടങ്ങളിൽ ഭാഗമാണ് ആക്ഷൻ, അതാണ് ചെയ്തിട്ടുണ്ട്. കോമഡിയും പ്രത്യേകിച്ചൊന്നുമില്ല. ഗണേഷ് കുമാറും അതുപോലെ നെഗറ്റീവ് റോള്. ഇടയ്ക്കെല്ലാം കുറച്ച് ക്രിഞ്ചായി തോന്നി ഫസ്റ്റ് ഹാഫിൽ. ക്ലൈമാക്സ് പ്രെഡിക്റ്റബിളാണ്. ഫസ്റ്റ് ഹാഫിൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ പ്രെഡിക്റ്റബിളാണ്. സംഭവം പ്രെഡിക്റ്റബിളായ കാര്യം, സ്റ്റോറി എല്ലാം പ്രെഡിക്റ്റബിളാണ്. അങ്ങനെ ഭയങ്കര ട്വിസ്റ്റൊന്നുമില്ല, ദൃശ്യമാലയൊന്നും വരില്ല. ഒരാളെ കണ്ടിരിക്കാം. വിസ്മയുടെ അഭിനയം ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അവർക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, പ്രണവ് പോലെയല്ല, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ കുറച്ചൊരു കൗബോയ് മസ്കുലിൻസ് പോലെയാണ് വിസ്മയം കണ്ടാൽ തോന്നുന്നത്. ഗൗരവം തന്നെ കാണിക്കുന്നുണ്ട് മുഖത്ത്. പിന്നെ നല്ല മെസ്സേജ് ഉണ്ട്. ഒന്ന് ഡ്രഗ്സിനെതിരെ, പിന്നെ മാർഷൽ ആർട്സ് പെൺകുട്ടികൾ പഠിക്കേണ്ട ആവശ്യം, വുമൺ എംപവർമെൻറ്റ് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് വലിയ ലാഗ് അങ്ങനെയൊന്നുമില്ല. നല്ലൊരു എൻ്റർടൈനറാണ്, ഒപ്പം നല്ലൊരു മെസ്സേജും ഉണ്ട്. കണ്ടിരിക്കാം. വിസ്മയ മോഹൻലാലിൻ്റെ മോൾ തന്നെയാണ്.